മഴത്തോരു മുൻപേ സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അലീനയുടെ വസ്ത്രങ്ങൾ കത്രിക കൊണ്ട് വെട്ടിമുറിച്ച് അത് ഉപയോഗശൂന്യമാക്കിയതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ. അതൊടുവിൽ ബാലചന്ദ്രമേനോൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് നീങ്ങി. ദേഷ്യം പൂണ്ട ബാലചന്ദ്രമേനോൻ ബബിതയുടെ കരണത്താഞ്ഞടിച്ചതിലൂടെ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി. എന്നുവെച്ചാൽ ബാലചന്ദ്രമേനോൻ അല്ല ഭൂമിയിൽ മറ്റാരു വന്നു പറഞ്ഞെന്നാലും തൻ്റെ കളികൾ ഇനി ആരംഭിക്കാൻ പോകുന്നേയുള്ളൂ എന്നുള്ള സൂചനയാണ് ബബിത തൻ്റെ വാക്കുകളിൽ കൂടി വെളിപ്പെടുത്തിയത്. അതൊരു വെല്ലുവിളിയായിരുന്നു. എന്നാൽ ബബിതയെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതിന് മുൻപ് തന്നെ അലീന ബാലചന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, ശാന്തമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയാൽ മാത്രം മതിയെന്ന്. എന്നാൽ ബബിതയോട് ചോദ്യം ചോദിക്കുമ്പോൾ അവളുടെ തർക്കുത്തരവും ആറ്റിറ്റ്യൂഡും ഒക്കെ കണ്ടപ്പോൾ ബാലചന്ദ്രന് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വല്ലാത്തൊരവസ്ഥയിലെത്തി. ആ സമയത്താണ് തല്ലിയത്. അത് പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതമായ ഫലമാണ് ഉണ്ടാക്കിയത്. അടുത്ത അംഗത്തിനു വേണ്ടിയുള്ള പുറപ്പാടിലാണ് ബബിത ഇപ്പോൾ. എന്നാൽ ബാലചന്ദ്രനാകട്ടെ വേഗം അലീനയെ കൂട്ടിക്കൊണ്ട് ടെക്സ്റ്റൈൽസിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് അലീന ബാലചന്ദ്രനോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അലീനയുടെ പക്വതയാർന്ന ആ സംസാരങ്ങൾ കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ബാലചന്ദ്രൻ പകച്ചുപോയി. ജീവിതാനുഭവങ്ങളേറെയുള്ള പ്രായമുള്ളൊരു വ്യക്തി സംസാരിക്കുന്നതിനേക്കാൾ പക്വതയോടെ അലീന ബാലചന്ദ്രനെ ഒരു തരത്തിൽ ഉപദേശിക്കുകയാണ്. അലീന പറയുന്നുണ്ട്, ടെക്സ്റ്റൈൽസിലേക്ക് പോയി അച്ഛൻ തിരഞ്ഞെടുക്കുന്ന ഈ വസ്ത്രങ്ങളെല്ലാം ഞാൻ വാങ്ങിയാൽ അത് എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷേ അത് കാണുമ്പോൾ ബബിതയ്ക്കും രോഹിത്തിനും കോപം ഇരട്ടിയാകത്തേയുള്ളൂ. ഞാൻ ഒരു ബണ്ടിൽ ഡ്രസ്സുമായിട്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അത് കാണുന്ന അവരെന്തായിരിക്കും വിചാരിക്കുക? തുടർന്ന് ആ ഡ്രസ്സുകളും എങ്ങനെയെങ്കിലും വെട്ടിമുറിച്ച് കളയണം എന്നുള്ള ചിന്ത തന്നെയായിരിക്കും അവർക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 2 ജോഡി ഡ്രസ്സ് മതി എന്ന് പറഞ്ഞത്. അവൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് ബാലചന്ദ്രമേനോനും മനസ്സിലായി. അങ്ങനെ ഒരു വശത്തെക്കുറിച്ച് അയാൾ ചിന്തിച്ചിരുന്നതേയില്ല. അച്ഛൻ രാത്രി ബബിതയെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഈ ഡ്രസ്സ് കൂടി ഒന്ന് കാണിച്ചേക്കണം, എന്നിട്ട് അവളോട് പറയണം സന്മനസ്സുണ്ടെങ്കിൽ അവൾ തന്നെ ഈ ഡ്രസ്സ് എൻ്റെ കയ്യിലേക്ക് തരുവാൻ, പക്ഷേ അവളെ നിർബന്ധിക്കരുത്. അച്ഛൻ ഇത്ര മാത്രമേ വാങ്ങിയിട്ടുള്ളൂവെന്നും അത് അച്ഛൻ തന്നെ എനിക്ക് തന്നെ എന്നെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചില്ലെന്നും അവൾക്ക് തന്നെ മനസ്സിലാവട്ടെ. അലീനയുടെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് ബാലചന്ദ്രമേനോൻ അത്ഭുതത്തോടെ റോഡിനരികിലേക്ക് കാറ് നിർത്തിയിട്ട് വിസ്മയാധീനനായി അലീനയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ആ നോട്ടം കണ്ടുകൊണ്ട് അലീന ചോദിക്കുന്നുണ്ട്, എന്താച്ചാ? അല്ല, തീരെ ചെറിയ കാര്യങ്ങളിൽ പോലും നീ കാണിക്കുന്ന ഈ സൂക്ഷ്മതയും ശ്രദ്ധയും അത് നിന്നെ ആര് പഠിപ്പിച്ചു ഇത്ര ചെറിയ പ്രായത്തിൽ? ആരും പഠിപ്പിച്ചതല്ലച്ചാ. ഞങ്ങളുടെ ബ്രിജിത്ത മമ്മിയുടെ ജീവിതം കണ്ടു പഠിച്ചതാണ്. മമ്മിയുടെ ജീവിതമായിരുന്നു ഞങ്ങളുടെ സ്കൂളും കോളേജും യൂണിവേഴ്സിറ്റിയും എല്ലാം. മമ്മി ഒരിക്കലും ഇങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങളെ ഉപദേശിച്ചിട്ടില്ല. പകരം എങ്ങനെ ജീവിക്കണം എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരികയായിരുന്നു. അത് പറയുമ്പോൾ അലീനയുടെ ഖണ്ഡമിടറുന്നുണ്ട്. ബ്രിജിത്ത മമ്മിയെ പോലെ ഒരു അമ്മയെ കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. മമ്മി ജീവിച്ചിരുന്നപ്പോൾ ഞാനതിൻ്റെ വില അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്കത് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. അതുപോലൊരു അമ്മയെ ആർക്കും കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ആ നഷ്ടം അത്ര വലുതാണ്. ഇത് പറഞ്ഞുകൊണ്ട് അലീന പെട്ടെന്ന് ഡാഷ്ബോർഡിലേക്ക് തൻ്റെ തലകൾ ചായ്ച്ചു. അങ്ങനെ ഇരുന്നു കൊണ്ട് അവൾ കണ്ണും മൂക്കും തുടയ്ക്കുന്നത് ബാലചന്ദ്രമേനോന് കാണാമായിരുന്നു. തുടർന്ന് അയാൾ കൈയെടുത്ത് ഒരു സാന്ത്വനം പോലെ അവളുടെ ചുമലിൽ മെല്ലെ തട്ടി. അലീന നിവർന്ന് കണ്ണും മുഖവും ഒക്കെ ഒന്നുകൂടി തുടച്ചിട്ട് ബാലചന്ദ്രമേനോനോട് സോറി പറയുന്നുണ്ട്. അവർ കാറ് വീണ്ടും മുൻപോട്ടെടുത്തു. തുടർന്ന് കാണുന്നത് കടപ്പാട്ടൂരെ വീടാണ്. ഊണുമേശയിൽ കൈകൾ ഊന്നി നഖം കടിച്ച് അസ്വസ്ഥയായിരിക്കുകയാണ് ബബിത. അടുത്ത് മേശയിൽ ചാരി കൃഷ്ണജ നിൽപ്പുണ്ട്. രോഹിത്ത് കസേരയിൽ ഇരിക്കുകയാണ്. അപ്പോൾ രോഹിത്ത് പറയുകയാണ്, അച്ഛൻ അവൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ കൊണ്ടുപോയതാണ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. അത് കേട്ടിട്ട് ബബിത, അതെനിക്ക് അപ്പോഴേ അറിയായിരുന്നു, പക്ഷേ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരുന്നത്. അവൾക്കും അച്ഛനും എപ്പോഴും ഈ ഡ്രസ്സിന് കാവലിരിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ കത്രികയാണെങ്കിൽ ഒടിഞ്ഞു പോയിട്ടുമില്ല. ഉടനെ കൃഷ്ണജ ചോദിക്കുകയാണ്, എന്തിനാ ചേച്ചി അലീന ചേച്ചിയുടെ അടുത്ത് വഴക്കിന് പോന്നേ? ആ ചേച്ചി എന്ത് ചെയ്തിട്ടാണ് അതിൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് നശിപ്പിച്ച് കളഞ്ഞത്? നിന്നോട് മിണ്ടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛനെ കൊണ്ട് അവൾ എൻ്റെ മുഖത്തടിപ്പിച്ചു. വെറുതെ വിടില്ല ഞാൻ അവളെ. നീ അതെല്ലാം കണ്ടതല്ലേ? അല്ല, അച്ഛൻ ചേച്ചി എന്തിനാണ് അടിച്ചത്? അവളെ തൃപ്തിപ്പെടുത്താൻ. ഓ, അവളെ തൃപ്തിപ്പെടുത്താനോ? അതുകൊണ്ടൊന്നുമല്ല, ചേച്ചി വേണ്ടാതീനം പറഞ്ഞിട്ടാണ്. എല്ലാം കേട്ടോണ്ട് ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. പെണ്ണെ, പൊയ്ക്കോണം എൻ്റെ മുമ്പിൽ നിന്നും, വെച്ച് ഞാൻ പൊട്ടിക്കുന്നിനെ. ഇത് കേൾക്കുമ്പോഴേക്കും കൃഷ്ണജ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തുറന്നു കിടന്ന വാതിലിലൂടെ കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം ജനാലയിൽ അടിച്ചു. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അച്ഛനും അവളും വന്നു എന്ന് തോന്നുന്നു. ബബിത അത് കേട്ടിട്ടും അനക്കമില്ലാതിരിക്കുകയാണ്. തുടർന്ന് ഡോറ് തുറക്കുന്നതും അടയ്ക്കുന്നതുമായിട്ടുള്ള ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. കുറെ പാക്കറ്റുകൾ ഇരു കൈകളിലും തൂക്കിപ്പിടിച്ചുകൊണ്ട് അലീന നടന്നു വരുന്നു. ബബിത അലീനയുടെ നേർക്ക് പാളിയൊന്ന് നോക്കി. അലീന സാധനങ്ങളുമായി സ്റ്റോർ റൂമിലേക്ക് പോയി. അല്പം കഴിഞ്ഞ് വീണ്ടും ചെന്ന് സിറ്റൗട്ടിലിരുന്ന പ്ലാസ്റ്റിക് ചാക്കും ബിഗ് ഷോപ്പറും എടുത്തുകൊണ്ടുവന്നു. ബാലചന്ദ്രമേനോൻ 2 ടെക്സ്റ്റൈൽ പ്ലാസ്റ്റിക് ബാഗുകളുമായി മുകളിലേക്ക് കയറിപ്പോയി. ഇതെല്ലാം ബബിത ശ്രദ്ധയോടുകൂടി നോക്കിയിരിക്കുകയാണ്.
അലീന കിച്ചണിൽ ഭക്ഷണം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രോഹിത് അലീനയുടെ റൂമിലേക്ക് ചെന്ന് പരിശോധിക്കാൻ തുടങ്ങി. മേശയിലും അലമാരിയിലും അഴയിലും ബാഗിലും സൂട്ട് കേസിലും എല്ലാം പരിശോധിച്ചു. പക്ഷെ അവിടെയെങ്ങും പുതിയ തുണിത്തരങ്ങൾ ഒന്നും തന്നെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. തുടർന്ന് ബബിത രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, ഒന്നും വാങ്ങിച്ചില്ലേ? അച്ഛൻ്റെ കയ്യിൽ 2 ടെക്സ്റ്റൈൽ ബാഗുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ മുറി മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കിയിട്ടും അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഉറപ്പാണ് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ കാറിൻ്റെ ഡിക്കിയിലോ ബാക്ക് സീറ്റിലോ കാണും. നമ്മളെ കാണിക്കാൻ മടിച്ച് എടുക്കാത്തതായിരിക്കും. വെളുപ്പിന് ഡിക്കി തുറന്നെടുത്താൽ നമ്മളാരും അറിയില്ലല്ലോ. ബബിതയും രോഹിത്തും ഇനി എന്തു വേണമെന്ന് സംശയിച്ചു നിൽക്കുന്ന സമയത്ത് ബാലചന്ദ്രമേനോൻ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ബബിതയെ വിളിച്ചു. മുകളിലേക്ക് ചെല്ലുവാൻ പറഞ്ഞു. രോഹിത്തിനെ ഒന്ന് നോക്കിയിട്ട് ബബിത പതിയെ മുകളിലേക്ക് നടക്കുകയാണ്. അവൾ സാവധാനം കോണിപ്പടി കയറിക്കൊണ്ടിരിക്കുമ്പോൾ കിഷോർ വന്ന കാര്യം അലീന അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് ബബിത ഊഹിച്ചു. അലീനയുടെ ഡ്രസ്സുകൾ താൻ കത്രികയ്ക്ക് വെട്ടി നശിപ്പിക്കാനുള്ള കാരണം എന്തെന്ന് അച്ഛൻ തീർച്ചയായിട്ടും അന്വേഷിച്ചിട്ടുണ്ടാവും. അവൾ തന്നെ ഒറ്റിക്കൊടുക്കാനുള്ള കാരണവും അതുതന്നെയാവും. അച്ഛൻ്റെ മുമ്പിൽ ചെറുത്തു നിന്നേ പറ്റൂ. ആ തീരുമാനത്തിലേക്ക് ബബിത മെല്ലെ എത്തുകയാണ്. അവൾ മനസ്സിൽ പറയുകയാണ്, അച്ഛൻ അതേക്കുറിച്ച് ചോദിച്ചാൽ മുഖത്തടിക്കുന്നത് പോലെ മറുപടി പറയണം. ഇനിയും ഞാൻ ക്ലാസ് കട്ട് ചെയ്യും. കിഷോർ ഈ വീട്ടിൽ വന്നെന്നുമിരിക്കും. അച്ഛന് തടയാൻ കഴിയുമെങ്കിൽ തടയും, അല്ലെങ്കിൽ കൊല്ലാൻ പറ്റുമെങ്കിൽ കൊല്ല്. അതെ, പ്രതിരോധത്തിന് സജ്ജമായ മനസ്സുമായി അവൾ ബാലചന്ദ്രമേനോന്റെ മുൻപിലേക്ക് ഉറച്ച കാൽപാദങ്ങളുമായി നടന്നു ചെന്നു. അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയതിനു ശേഷം വളരെ സൗമ്യമായി ബാലചന്ദ്രമേനോൻ, ആ ഇങ്ങ് കയറി വാ. അച്ഛൻ്റെ സൗമ്യമായ ശബ്ദം കേട്ടപ്പോഴേക്കും പെട്ടെന്ന് അവളുടെ പുരികം ചുളിഞ്ഞു. അവൾ സംശയിച്ചു നിന്നു. കയറി വാ, അച്ഛൻ നിന്നെ വഴക്കു പറയാനൊന്നും വിളിച്ചതല്ല. കയ്യിലിരുന്ന മൊബൈൽ ഫോൺ മേശപ്പുറത്ത് വെച്ചിട്ട് മേനോൻ ബെഡിലേക്കിരുന്നു. ബബിത അച്ഛൻ്റെ മുമ്പിൽ ചെന്ന് മാറത്ത് കൈകെട്ടി അച്ചഞ്ചലയായി നിന്നു. എന്ന് വെച്ചാൽ യാതൊരു അനുരഞ്ജനത്തിനും തയ്യാറല്ല എന്നർത്ഥം. ഒരു നിർദ്ദേശവും സ്വീകാര്യമല്ല. ബാലചന്ദ്രമേനോൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ആ സമയത്ത് അവളെ ബാലചന്ദ്രൻ അടിച്ചപ്പോൾ അവളുടെ മുഖത്ത് കണ്ട അതേ വെല്ലുവിളി, അതേ നിഷേധഭാവം, അത് വീണ്ടും അങ്ങനെ നിഴലിച്ചു നിൽക്കുകയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇങ്ങടുത്തുവാ, ഇവിടെ ഇരിക്കെ. പക്ഷെ ബബിത അനങ്ങുന്നില്ല. മേനോൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചിരുത്തുവാൻ ശ്രമിച്ചപ്പോൾ അവൾ ദുർബലമായി ചെറുത്തു. എങ്കിലും ഒടുവിൽ അവൾ ഇരിക്കുക തന്നെ ചെയ്തു. മേനോൻ അവളുടെ കൈത്തലമെടുത്ത് മടിയിൽ വെച്ച് വിരലുകളിൽ മെല്ലെ അമർത്തി. ഞാൻ മോളെ അടിക്കരുതായിരുന്നു അല്ലേ? അത് തെറ്റായിപ്പോയി, സോറി. ബബിത ഒരു അമ്പരപ്പോടെ അച്ഛൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്. ബാലചന്ദ്രൻ പറയുകയാണ്, അച്ഛന് പെട്ടെന്ന് ദേഷ്യം വന്നു, അതുകൊണ്ട് ചെയ്തു പോയതാണ്. പിന്നെ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്, എൻ്റെ മോൾ വെറുതെ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ എന്ന്. എന്തെങ്കിലും ന്യായമായ കാരണം കാണും. അതെന്താണെന്ന് ഞാൻ വിശദമായിട്ട് നിന്നോട് ചോദിച്ചില്ല. ചോദിക്കണമായിരുന്നു. ദേഷ്യം വന്നപ്പോൾ അതൊന്നും ഓർത്തില്ല. ബബിത അത് കേട്ട് അങ്ങനെ വീർപ്പടക്കിയിരിക്കുകയാണ്. ബാലചന്ദ്രൻ മേശയുടെ മുകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, അത് കണ്ടോ? അവിടേക്ക് ബബിത നോക്കുമ്പോൾ 2 പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളാണ്. അലീനയ്ക്ക് മാറി ധരിക്കുവാൻ വേറെ ഡ്രസ്സില്ല. മുഷിയുമ്പോൾ വേഷം മാറിയാലല്ലേ പറ്റൂ. അതുകൊണ്ട് അച്ഛൻ 2 ജോഡി ഡ്രസ്സ് വാങ്ങി. അത് നീ തന്നെ കൊടുക്കണം. പെട്ടെന്ന് നിഷേധഭാവത്തിൽ ബബിത, ഞാൻ കൊടുക്കില്ല. വേണ്ട, അവൾ ജോലി ചെയ്തുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ ഡ്രസ്സാണ്. അതാണ് ഉപയോഗിക്കാൻ കൊള്ളാതായത്. അതിൻ്റെ പേരിൽ അവൾക്ക് മാറിയെടുക്കുവാൻ ഡ്രസ്സില്ല എന്ന് വന്നാൽ അച്ഛനാണ് അഭിമാനക്ഷതം. ഞാൻ അവളുടെ മുമ്പിൽ കൊണ്ടുപോയി ഇത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നീ തന്നെ കൊടുക്കുന്നതായിരുന്നു. നിനക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല, ഞാൻ തന്നെ താഴാം. ബബിത മൗനമായിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം നീ പറഞ്ഞല്ലോ, അത് അച്ഛനെ വല്ലാതെ വേദനിപ്പിച്ചു. എൻ്റെ മോളോട് പെരുമാറുന്നത് പോലെയല്ലാതെ അച്ഛൻ ഒരിക്കലും അലീനയോട് പെരുമാറിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് അലീനയെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി തരാൻ അച്ഛനിപ്പോൾ പറ്റില്ല. കാരണം ആ മറുപടി ചിലപ്പോൾ നമ്മുടെ കുടുംബം തന്നെ തകർത്ത് കളയും. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നിന്റെ അമ്മാവന്മാരും അലീന ഇവിടെ താമസിച്ചോട്ടെ എന്ന് സമ്മതിച്ചത്. അച്ഛനെ അവർ സംശയിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അലീന ഇവിടെ താമസിക്കുവാൻ അവർ സമ്മതിക്കില്ലായിരുന്നു. ഞാൻ ഇത്ര പോലും നിന്നോട് സംസാരിക്കാൻ പാടില്ലാത്തതാണ്. എൻ്റെ മോൾ എന്നെ തെറ്റിദ്ധരിച്ചതിലുള്ള വിഷമം കൊണ്ട് പറയുന്നതാ. ഇത് നിന്റെ മനസ്സിലിരിക്കുകയാകാവൂ. ബബിതയിൽ നിന്നും ഒരു പ്രതികരണവും പുറത്തേക്ക് വരുന്നില്ല. ശരി, പൊയ്ക്കൂ. ഇത് പറഞ്ഞ് ബാലചന്ദ്രമേനോൻ എഴുന്നേറ്റു. ബബിതയും കൂടെ എഴുന്നേറ്റു വാതിൽക്കിലേക്ക് നടന്നു. പിറകിൽ നിന്നുകൊണ്ട് ബാലചന്ദ്രൻ വീണ്ടും വിളിക്കുകയാണ്, മോളെ. വിളി കേട്ടുകൊണ്ട് ബബിത വീണ്ടും തിരിഞ്ഞു നിന്നു. അയാൾ മെല്ലെ അടുത്തേക്ക് ചെന്ന് തൻ്റെ വലം കൈ ഉയർത്തി അവളുടെ കവളത്ത് മെല്ലെ ഒന്ന് തഴുകി തലോടി. കഴിഞ്ഞതൊക്കെ മറക്കണം കേട്ടോ. അച്ഛൻ സോറി പറഞ്ഞില്ലേ? ഇനി അച്ഛൻ മോളെ അടിക്കില്ല. ബബിത വാതിൽ കടന്നു പോകുന്നു നോക്കി ബാലചന്ദ്രമേനോൻ വാതിൽക്കൽ തന്നെ നിന്നു. ബബിത തിടുക്കത്തിൽ കോണിപ്പടി ഇറങ്ങി താഴെയെത്തി. തൂണിനപ്പുറത്ത് രോഹിത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൻ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തു പറഞ്ഞു? പക്ഷേ ആ ചോദ്യത്തിന് ഒരക്ഷരം പോലും മറുപടി പറയാതെ അവൾ നേരെ അവളുടെ മുറിയിലേക്ക് കടന്നുപോയി വാതിലടച്ചു. ഒരു സംശയത്തോടെ നോക്കി നിന്നതിന് ശേഷം രോഹിത് മെല്ലെ അവളുടെ പിന്നാലെ ചെന്ന് വാതിൽ മെല്ലെ ഒന്ന് തള്ളി. അതെ, പൂട്ടിയിട്ടില്ല. കതക് പതിയെ തുറന്നു. അവൻ തലയകത്തേക്കിട്ട് നോക്കുമ്പോൾ ബബിത കിടക്കയിലിരുന്ന് മേശപ്പുറത്തേക്ക് തല വെച്ചിട്ട് കരയുകയാണ്.
രോഹിത് ആ കാഴ്ച അല്പനേരം നോക്കി നിന്നു. അതിനുശേഷം ഒന്നും മനസ്സിലാകാത്തതുപോലെ പിന്തിരിഞ്ഞു നടന്നു. പിറ്റേന്ന് രാവിലെ ബാലചന്ദ്രമേനോൻ പല്ല് തേച്ചുകൊണ്ട് ബാത്റൂമിന്റെ വാതിക്കൽ നിൽക്കുമ്പോൾ ബബിത മേശപ്പുറത്തിരുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ എടുത്തുകൊണ്ടുപോയി. താഴെ ചെന്നിട്ട് അവൾ കൃഷ്ണജയെ വിളിച്ചു പറഞ്ഞു, ഇത് കൊണ്ടുപോയി അലീനയ്ക്ക് കൊടുക്ക്. അപ്പോൾ കൃഷ്ണജ, ഇതെന്താ ചേച്ചി? ആ, അച്ഛൻ അവൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊണ്ടുവന്നതാ, അങ്ങ് കൊടുത്തേക്ക് നീ. കൃഷ്ണജ അത് കൊണ്ടുവന്ന് അലീനയെ ഏൽപ്പിക്കുന്നുണ്ട്. കവറുകൾ കയ്യിലേക്ക് വാങ്ങിയിട്ട് അലീന ചോദിക്കുന്നുണ്ട് കൃഷ്ണജയോട്, ഇതാരാണ് തന്നത്? ബബിത ചേച്ചി. ഇവിടെ കൊണ്ട് തന്നേക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും അലീനയുടെ മുഖത്ത് ഒരു ചെറിയ മന്ദഹാസം വിടർന്നു. തുടർന്ന് കാണുന്നത് ഹോസ്പിറ്റലിലേക്ക് പോകുവാനായി സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് വരുന്ന ബാലചന്ദ്രനെയാണ്. അലീന ആ സമയത്ത് താഴെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ബാലചന്ദ്രൻ അലീനയെ കണ്ടിട്ട് ചോദിക്കുകയാണ്, എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? അതിനുവേണ്ടിയുള്ള കാത്തുനിൽപ്പാണോ? ആ, അച്ഛൻ ഊണ് കഴിക്കാൻ ഉച്ചയ്ക്ക് വരില്ലേ? ഉവ്, വരുമല്ലോ. എന്തുപറ്റി? അല്ല, എനിക്ക് ഈ മാസത്തെ ശമ്പളം രൂപയായിട്ട് അച്ഛൻ തരുമോ? അങ്ങനെ ചോദിക്കാൻ കാരണം അലീനയുടെ പേരിൽ ഒരു SB അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ബാലചന്ദ്രൻ അവളുടെ ശമ്പളം അതിലേക്ക് നിക്ഷേപിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം വരെ. അലീനയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഉടൻ തന്നെ ബാലചന്ദ്രൻ പറയുകയാണ്, രൂപയായിട്ട് ഒരു പൈസ തരില്ലല്ലോ മോളെ. നിന്റെ കയ്യിൽ പണം ഇരിക്കില്ല എന്നറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ടാക്കിയത്. ഓട്ടക്കൈയാണ് നിൻ്റെത്, ചോർന്നു പോകും. ബാലചന്ദ്രമേനോൻ്റെ ഈ പുഞ്ചിരിയോടുള്ള മറുപടി കേട്ടുകൊണ്ട്, അച്ഛാ പ്ലീസ്, ഈ ഒരു മാസത്തെ ശമ്പളം. ഈ മാസത്തിന് എന്താ ഇത്ര പ്രത്യേകത? നാളെ ക്രിസ്മസ് അല്ലേ? ക്രിസ്മസിന് നിനക്ക് എന്താണ് വേണ്ടത്? അത് നീ പറഞ്ഞു, ഞാൻ വാങ്ങിത്തരാം. ക്രിസ്മസ് ദിവസം ധരിക്കുവാൻ വേണ്ടിയുള്ള പ്രത്യേക ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിൽ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞു, വാങ്ങിക്കൊണ്ടുവരാം. അച്ഛാ, എനിക്ക് ഡ്രസ്സൊന്നും വേണ്ട, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് രൂപയായിട്ട് തന്നാൽ മതി. ആവശ്യം എന്താണെന്ന് പറയൂ. മക്കൾ പണം ചോദിക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാനുള്ള അവകാശം അത് തീർച്ചയായിട്ടും അച്ഛനുണ്ട്. അതിപ്പോ നീ ജോലി ചെയ്തതിൻ്റെ ശമ്പളമാണെങ്കിൽ പോലും. അപ്പോൾ അലീന, ഈ അച്ഛൻ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുകയാണ്. അറിയാം മോളെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ തരാത്തത്. അച്ഛാ, പണ്ട് സ്നേഹനികേതനിൽ ഞാനൊരു കുട്ടിയായിരിക്കുന്ന കാലത്ത് ക്രിസ്മസ് വരുമ്പോൾ വലിയ പ്രതീക്ഷയാണ്. സന്മനസ്സുള്ള ആരെങ്കിലും ക്രിസ്മസ് കേക്കുകളുമായി വരും. ക്രിസ്മസിനും ഈസ്റ്ററിനും ഒഴികെ മറ്റൊരിക്കലും ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടാറില്ലാത്ത വിശേഷപ്പെട്ട രുചിയുള്ള ഭക്ഷണ സാധനങ്ങൾ ഞങ്ങൾക്ക് അന്ന് കിട്ടിയേക്കും. എന്നാൽ പലപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ട് ആ ദിവസം നിരാശപ്പെടേണ്ടി വന്നിട്ടുമുണ്ട്. അലീനയുടെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് ബാലചന്ദ്രമേനോൻ അവളുടെ മുഖത്തേക്ക് വല്ലായ്മയോടൊന്ന് നോക്കി. വരാം മോളെ, ഞാൻ ഉച്ചയ്ക്ക് വരാം. ഇത് പറഞ്ഞിട്ട് ബാലചന്ദ്രമേനോൻ കാർ ഓടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി. ഉച്ചയ്ക്ക് കൃത്യസമയത്ത് തന്നെ അദ്ദേഹം മടങ്ങിയെത്തി. തുടർന്ന് 5000 രൂപ അലീനയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, സന്തോഷമായോ നിനക്ക്? അപ്പോൾ അലീന, എനിക്ക് സന്തോഷമായിരുന്നു, അച്ഛൻ തരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. തുടർന്ന് കാണുന്നത് കരുണാലയത്തിലെ രംഗങ്ങളാണ്. വെള്ള വിരിയിട്ട ടേബിളിന് മീതെ നിരത്തിയ പ്ലാസ്റ്റിക് ട്രേകളിലേക്ക് അലീന ക്രിസ്മസ് കേക്കുകൾ എടുത്തു വെച്ചു. അവൾ വന്ന ഓട്ടോറിക്ഷയിൽ നിന്നും അപ്പോഴും സാധനങ്ങൾ ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കേക്കുകളും പഴങ്ങളും ബിസ്ക്കറ്റ് കൂടുകളും ഒക്കെ കണ്ട് ആ മേശ നിറഞ്ഞു. അതിനു പുറമെ ഉച്ചയ്ക്കൊരു സദ്യ ഒരുക്കുവാൻ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അലീന കരുണാലയത്തിൽ എത്തിച്ചിട്ടുണ്ട്. വൃദ്ധരും കുഞ്ഞുങ്ങളുമടക്കം 80ഓളം അനാഥർ ഹാളിൽ മേശയ്ക്ക് ചുറ്റുമായി ഒത്തുകൂടി. അനാഥാലയം നടത്തിപ്പിന്റെ ചുമതലയുള്ള കന്യാസ്ത്രീകൾ തനിയെ നടക്കാൻ വയ്യാത്ത വൃദ്ധരെയൊക്കെ താങ്ങിപ്പിടിച്ച് അവിടേക്ക് കൊണ്ടുവന്നു. രശ്മി മോൾ എന്നു പേരുള്ള ഒരു 5 വയസ്സുകാരിയായ അനാഥ ബാലിക കേക്ക് മുറിക്കുമ്പോൾ അലീന അവളുടെ കൈ പിടിച്ച് സഹായിച്ചു. ആ സമയത്ത് ചുറ്റിലും നിന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് എന്നുള്ള പാട്ട് പാടുവാൻ തുടങ്ങി. പാട്ടിൻ്റെയും കയ്യടിയുടെയും ബഹളത്തിനിടയിൽ അലീന ഒരു കഷ്ണം കേക്കെടുത്ത് രശ്മി മോളുടെ നാവിലേക്ക് വെച്ചു കൊടുത്തു. കഴിഞ്ഞ 23 വർഷങ്ങളിലും അനാഥയായിരുന്ന തനിക്ക് സന്മനസ്സുള്ളവർ നൽകിയ അതേ ക്രിസ്മസ് സമ്മാനം. പിന്നീടുള്ള കേക്കുകൾ അലീനയും കന്യാസ്ത്രീകളും കൂടി മുറിച്ച് എല്ലാവർക്കും വിതരണം ചെയ്തു. അത്രയുമെങ്കിലും ചെയ്യുവാൻ കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷത്തോടെയാണ് അലീന വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. രോഹിത്തും ബബിതയും കൃഷ്ണജയും ക്ലാസ്സിൽ പോയിരിക്കുകയാണ്. ബാലചന്ദ്രമേനോൻ രാവിലെ ഷോപ്പിലേക്കും പോയി. അലീന തനിച്ചു മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഡോർബെൽ അടിച്ചപ്പോൾ അവൾ ജനാല തുറന്നു നോക്കി. സിറ്റൗട്ടിൽ മനുശങ്കർ നിൽക്കുന്നത് കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മനുശങ്കർ പുഞ്ചിരിയോടെ അവളെ തന്നെ നിമിഷങ്ങളോളം നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് തൻ്റെ മനസ്സിലെ ആഹ്ലാദവും സ്നേഹവും അനുരാഗവും എല്ലാം അവൻ്റെ കണ്ണിലും മുഖത്തിലും തെളിഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയുമായിരുന്നു. മുറ്റത്ത് ബൈക്ക് ഇരിപ്പുണ്ട്. കൈമടക്കിൽ ഹെൽമറ്റും വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഹലോ എന്ന് പറഞ്ഞ് മനുശങ്കർ അലീനയുടെ നേരെ കൈനീട്ടി. മടിയോടെയാണെങ്കിലും അലീനയും കൈനീട്ടി. ഇളം ചൂടുള്ള കൈത്തലങ്ങൾ മൃദുവായി തമ്മിലമർന്നു. അപ്പോൾ മനുശങ്കർ പറയുകയാണ്, ജനലിൽ കൂടി ഞാൻ തൻ്റെ മുഖം കണ്ടു. ആ, കയറി വാ മനുവേട്ട. അവൾ ഉത്സാഹത്തോടെ അവനെയും കൂട്ടി അകത്തേക്ക് പോയി. എപ്പോഴാ വന്നേ? വന്നതേ ഉള്ളൂ. ബൈക്കും എടുത്ത് ഉടൻ തന്നെ പോന്നു. ഇവിടെ ഞാനല്ലാതെ മറ്റാരുമില്ല കേട്ടോ. അച്ഛൻ ടൗണിൽ പോയി, ബാക്കിയുള്ളവർ ക്ലാസ്സിലും. അലീനെ അല്ലാതെ വേറെ ആരും ഇവിടെ ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെന്തിനാണ്? ഇത് ചോദിച്ചുകൊണ്ട് അലീന മനുശങ്കറിനെ തന്നെ സൂക്ഷിച്ചൊന്ന് നോക്കി. ഞാനേ ഒറ്റയൊരാളിൻ്റെ മുഖം കാണാൻ വേണ്ടി മാത്രമാണ് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വരെ വന്നത്. അപ്പോൾ എനിക്ക് തനിച്ചൊന്ന് കാണണ്ടേ, തനിച്ച് സംസാരിക്കണ്ടേ?
മറ്റാരും സമീപത്തില്ലാതെ എനിക്ക് തൻ്റെ അടുത്തൊന്ന് നിൽക്കണ്ടേ? അത്രയും കേട്ടപ്പോഴേക്കും അലീനയുടെ മുഖത്ത് ഒരു ചെറിയ പരിഭ്രമം നിഴലിട്ടു. എങ്കിലും പുഞ്ചിരിയോടുകൂടി അവൾ ചോദിക്കുകയാണ്, ഇപ്പോ എന്നിട്ട് സമാധാനമായോ? ഹ, ആയോന്ന് തനിക്കറിയില്ലടോ എൻ്റെ ഒരു മനസ്സ്. എൻ്റെ തലയ്ക്കകത്ത് നിറച്ച് നിലാവാണ്, പ്രണയനിലാവ്. ഈ പ്രേമം തലയ്ക്ക് പിടിച്ചാൽ ഭയങ്കര പ്രശ്നം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ എന്നെ ഒന്ന് നോക്കിക്കേ. ഇന്നലെ ഒരു തോന്നൽ തന്നെ ഒന്ന് കാണണമെന്ന്. എനിക്ക് പിന്നെ അവിടെ ഒരു സെക്കൻഡ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അത് കേട്ടിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അലീന, മനുവേട്ടന് ഇത്രയും നാളും ഇങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. മോളെ കളിയാക്കല്ലേ. നിനക്ക് എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാ, ഇല്ലെങ്കിൽ നീയും ഇതിൻ്റെ പൊള്ളലും വേദനയും ഒക്കെ അറിഞ്ഞേനെ. എന്താ മനുവേട്ടായി പറയുന്നത്? എനിക്ക് മനുവേട്ടനോട് സ്നേഹമില്ലെന്ന് ആര് പറഞ്ഞു? നിനക്ക് സ്നേഹമുണ്ടോ? പിന്നെ ഇല്ലാതെ. എങ്കിൽ പറ, എങ്ങനെയുള്ള സ്നേഹമാണ് അത്? പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓ ഒരു സഹോദരനെ പോലെ, അതല്ലേ പറയാൻ വരുന്നത്? അത് തന്നെ. തൽക്കാലം അത്രയും മതി. പിന്നീട് ആവശ്യം വരുമ്പോൾ ഞാനത് കൺവേർട്ട് ചെയ്തെടുത്തോളാം. അല്ല, മനുവേട്ടൻ എന്താണ് കുടിക്കാൻ വേണ്ടത്? ടീ, കോഫി, ലെമൺ ജ്യൂസ്? നീ എന്തെങ്കിലും താവണേ, ഞാൻ കഴിച്ചോളാം. ഇത് കേട്ടുകൊണ്ട് അലീന കിച്ചണിലേക്ക് കയറി. ചായ ഉണ്ടാക്കുന്നതിനിടയിൽ അലീന അവനോട് യാത്രയെക്കുറിച്ചും ജോലി സ്ഥലത്തെ വിശേഷങ്ങളെപ്പറ്റിയും ഒക്കെ ചോദിച്ചു. അവൻ സന്തോഷത്തോടെ എല്ലാം വിശദമായി പറഞ്ഞുകൊണ്ടായിരുന്നു. അലീന ചായയും പലഹാരങ്ങളും ഊണുമേശയിൽ കൊണ്ടുവന്ന് വെച്ചു. അവൾക്ക് വേണ്ടിയുള്ള ചായയും അവൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവനൊപ്പം ഇരുന്ന് ചായയും കുടിച്ചു. അവൾ അവനെ നോക്കുമ്പോഴും അവൻ്റെ കാര്യങ്ങളെപ്പറ്റി താല്പര്യത്തോടെ ചോദിക്കുമ്പോഴും അവൾ അരികെ നിൽക്കുമ്പോഴും അവൻ്റെ ഹൃദയം അവാച്യമായ ഒരു ആനന്ദാനുഭൂതിയിൽ മുങ്ങിക്കുളിക്കുകയായിരുന്നു. അലീനയോടൊപ്പം ഈ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് അവനെ ഏറെ ആഹ്ലാദിപ്പിച്ചു. അവളും താനും മാത്രമുള്ള ഈ സ്വർഗത്തിലേക്ക് തൽക്കാലം മറ്റാരും കടന്നു വരരുതേ എന്ന് അവൻ ആഗ്രഹിച്ചു. അവന് ഇനിയും അവളെ കാണണം, അവളുടെ സ്വരം കേൾക്കണം, അവളുടെ അരികെ നിൽക്കണം. അലീനയോട് അവൻ ചോദിക്കുന്നുണ്ട്, അലീനയ്ക്ക് എന്നോട് പരിഭവമുണ്ടോ? പരിഭവമുണ്ടോന്നോ? ഇല്ലല്ലോ. അല്ല, എന്തിനു പരിഭവിക്കാനാണ്? അന്ന് ഫോണിലൂടെ ഞാൻ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞായിരുന്നു. ഓ അതോ? അത് പിന്നെ മനുവേട്ടന് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ? അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ബോധം എനിക്കുണ്ട്. ഞാൻ എവിടെയോ ഒരു കഥ വായിച്ചിട്ടുണ്ട്. നിന്നെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എനിക്ക് ആ കഥയും ഓർമ്മ വരും. വിധി വൈപരീത്യം കൊണ്ട് ഭൃത്യയുടെ വേഷം കെട്ടി ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് കഷ്ടപ്പെടേണ്ടി വന്ന ഒരു രാജകുമാരിയുടെ കഥ. മനുശങ്കർ അത്രയും പറഞ്ഞപ്പോൾ തന്നെ അലീനയുടെ മുഖം മ്ലാനമായി. എല്ലാം ശരിയാകും കേട്ടോ, അവൻ ആശ്വസിപ്പിച്ചു. ഇപ്പോഴത്തെ വിഷമതകളെല്ലാം മാറി അലീന വളരെ സന്തോഷവതിയായി ജീവിക്കുന്ന ഒരു കാലമുണ്ടാവും. അവൻ സ്നേഹവാത്സല്യങ്ങളോടുകൂടിയാണത് പറഞ്ഞതെങ്കിലും അതിലൊരു വാഗ്ദാനത്തിൻ്റെ ധ്വനിയും ഉൾക്കൊണ്ടിരുന്നു. അലീന നൽകിയ ചായ സൽക്കാരത്തിന് നന്ദി പറഞ്ഞു മടങ്ങിപ്പോകുവാൻ ഭാവിക്കെ പെട്ടെന്നൊരു ഉൾപ്രേരണയാൽ എന്ന പോലെ മനുശങ്കർ അവളോട് ചോദിച്ചു, ഞാൻ ഒരു സമ്മാനം തന്നാൽ നീ സ്വീകരിക്കുമോ? എന്ത് സമ്മാനമാ? എന്തുമായിക്കോട്ടെ, ഞാനല്ലേ തരുന്നത്. അത് ശരി, മനുവേട്ടൻ തരുന്നത് എന്തുമൊന്നും ഞാൻ സ്വീകരിക്കില്ല. അപ്പോഴേക്കും മനുശങ്കറിന് ഒരു വല്ലായ്മ തോന്നി. ഞാനിപ്പോഴും അലീനയ്ക്ക് അന്യനാണ് അല്ലേ? അല്ല, അന്യനായിരുന്നുവെങ്കിൽ ഞാൻ ഈ സിറ്റൗട്ടിലിരുത്തിയ സംസാരിക്കുകയുള്ളായിരുന്നു. ഞാൻ മാത്രം വീട്ടിലുള്ളപ്പോൾ അന്യനായ ഒരു ചെറുപ്പക്കാരനെ ക്ഷണിച്ച് അകത്ത് കൊണ്ടുപോയി ഇത്രയും നേരം ഇരുത്തുകയും ചായ തന്ന് സൽക്കരിക്കുകയും ചെയ്യില്ലായിരുന്നു. മനുവേട്ടന് എൻ്റെ ഒരു സഹോദരൻ്റെ സ്ഥാനമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും സ്വാതന്ത്ര്യം തന്നത്. ഞാൻ അലീനയെ എൻ്റെ സഹോദരിയായിട്ടല്ല കാണുന്നത്. സാരമില്ല മനുവേട്ട, ഞാനതൊക്കെ മാറ്റിയെടുത്തോളാം. ആരെ മാറ്റുമെന്ന്? ഓ, നമുക്കത് കാണാം. മനുശങ്കർ പുഞ്ചിരിയോടെയാണ് പറഞ്ഞതെങ്കിലും അതിലൊരു വാശിയുടെ ധ്വനി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അലീന, തീർച്ചയായിട്ടും നമുക്ക് കാണാം. അപ്പോൾ വീണ്ടും മനുശങ്കർ ചോദിക്കുകയാണ്, ഞാൻ തരുന്ന സമ്മാനം സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് നീ ഇതുവരെയും പറഞ്ഞില്ല. സമ്മാനം എന്താണെന്ന് ആദ്യം പറയൂ മനുവേട്ട. അത് ഒരു മൊബൈൽ ഫോണാണ്. സോറി മനുവേട്ട, ഞാനത് വാങ്ങില്ല. അതെന്തുകൊണ്ടാണ്? ഇവിടെ രോഹിത്തിനും ബബിതയ്ക്കും ഒക്കെ മൊബൈൽ ഫോണുകളുണ്ടല്ലോ, അവരെ പോലെ തന്നെയല്ലേ നീയും? ഇല്ല, എനിക്കതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ അച്ഛനോട് ചോദിച്ചാൽ മതിയല്ലോ, അച്ഛൻ എനിക്ക് വാങ്ങിത്തരില്ലേ? അലീനയുടെ ആ മറുപടി കേട്ടിട്ട് മനുശങ്കറിൻ്റെ മുഖം മ്ലാനമായി. എന്നിട്ട് അയാൾ പറയുകയാണ്, എന്തായാലും ഞാനത് വാങ്ങിക്കൊണ്ട് വരാതിരുന്നത് നന്നായി. അങ്ങനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞാൻ നാണം കെട്ടുപോയേനെ. അയ്യോ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മനുവേട്ട. പരസ്പര സ്നേഹമുള്ളവരുടെ ഇടയിൽ അത്തരത്തിലുള്ള കുറച്ചിലുകളൊക്കെ ഉണ്ടാവുമോ? ഇല്ല, മനുവേട്ടൻ എന്നെ വഴക്കു പറഞ്ഞാലും കളിയാക്കിയാലും ഗർവ് കാണിച്ചാലും എനിക്ക് ദേഷ്യമോ പിണക്കോ നാണക്കേടോ ഒന്നും തോന്നില്ല. ആ മറുപടി മനുശങ്കറിനെ തൃപ്തിപ്പെടുത്തി. അവൻ്റെ മനസ്സ് നിറഞ്ഞു. അവൻ ചോദിക്കുകയാണ്, ഞാൻ മടങ്ങിപ്പോയിക്കോട്ടെ? പിന്നെ മനുവേട്ടൻ എന്നാണ് ഇനിയും മടങ്ങി വരിക? നിന്നെ കാണണമെന്നെൻ്റെ മനസ്സിൽ തോന്നുമ്പോൾ ഒരു മുന്നറിയിപ്പും തരാതെ ഞാൻ ഇതുപോലെ ഇങ്ങ് ഓടിയെത്തും. ഇതുപോലെ തന്നെ തിരിച്ചുമങ്ങ് പോകും. ഇത് പറയുമ്പോൾ അലീനയുടെ കണ്ണുകളിൽ ഒരു പിടച്ചിൽ അവൻ കണ്ടു. അവൾക്ക് തന്നെ ഇഷ്ടമാണെന്ന് അവൻ അറിയുന്നുണ്ട്. തൻ്റെ സാമീപ്യവും സംഭാഷണങ്ങളും താൻ നൽകുന്ന സ്നേഹവും അവളെ സന്തോഷവതിയാക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം താൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ സ്വീകരിക്കുന്നതിൽ നിന്ന് എന്തോ അവളെ തടയുന്നുണ്ട്. താൻ അവളുടെ സഹോദര സ്ഥാനീയനാണെന്നുള്ള ഉൾവിളിയാണത്.
തുടർന്ന് മണിശങ്കർ പറയുന്നുണ്ട്, അങ്കിളിനെ ഞാൻ ജ്വല്ലറിയിൽ ചെന്ന് കണ്ടോളാം, ഹോസ്പിറ്റലിലേക്കും ഒന്ന് പോകണം. ഇത് പറഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങി. മണിശങ്കർ ബൈക്കിലേക്ക് കയറുന്ന സമയത്ത് അലീന വീണ്ടും ചോദിക്കുന്നുണ്ട്, വീട്ടിൽ നിന്ന് നാളെയല്ലേ തിരികെ പോവുകയുള്ളൂ? ഏയ് ഇല്ലില്ല, ഇന്ന് രാത്രി തന്നെ തിരികെ പോകും. യോ, രാവിലെ വന്നതല്ലേ ഉള്ളൂ, എന്നിട്ട് രാത്രി തന്നെ തിരികെ പോകാനോ? സമയമുണ്ടായിട്ട് വന്ന ഒന്നുമല്ല, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് തിരികെ പോകുന്നത്. ഇത്രയും പറഞ്ഞ് മണിശങ്കർ ബൈക്ക് ഓടിച്ചുപോയി. തുടർന്നവൻ നേരെ ചെല്ലുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. വൈജയന്തി കിടക്കയിൽ ചാരി കിടക്കുകയാണ്. മണിശങ്കർ കാണാൻ ചെന്നത് വൈജയന്തിക്ക് വലിയ സന്തോഷമായി. നീ ബാംഗ്ലൂരിൽ നിന്നും എപ്പോഴാണ് വന്നത്? ഇന്ന് രാവിലെയാണ് എത്തിയത്. അല്ല, ആൻറ്റിയുടെ കൂടെ ബൈസ്റ്റാൻഡേഴ്സായിട്ട് ഇവിടെ ആരുമില്ലേ? ആ ഉണ്ട്, ഒരു ഹോം നേഴ്സ് ഉണ്ട്. അവളിപ്പോൾ ഫാർമസിയിലോട്ട് പോയിരിക്കുകയാണ് മരുന്ന് വാങ്ങാൻ. നല്ല ശമ്പളം കൊടുക്കണ്ടേ ആൻറ്റി ഹോം നേഴ്സിനെയൊക്കെ നിർത്താൻ? ശമ്പളം മാത്രമല്ല, ഫുഡും കൊടുക്കണം. ഇവിടെ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളും. അപ്പോൾ മാസം തോറും നല്ലൊരു തുകയാകും അല്ലേ? ആ ആകും. ഞാൻ ഇങ്ങനൊരു അവസ്ഥയിലായി പോയല്ലോ, കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ, ഹോം നേഴ്സുമാർക്കും ജോലിയൊക്കെ വേണ്ടേ? മാത്രവുമല്ല അങ്കിളിൻ്റെ കയ്യിലാണെങ്കിൽ പൈസയുമുണ്ട്. അങ്കിളിൻ്റെ പൈസയോ? ആർക്ക് വേണോ അത്? വൈജയന്തിയുടെ മുഖം അങ്ങ് മുറുകി. ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്നെടുത്താണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അതിനിപ്പോൾ ആൻറ്റിക്ക് ശമ്പളമുണ്ടോ? ജോലിക്ക് പോയാലല്ലേ ശമ്പളം കിട്ടൂ. എടാ, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് കിടപ്പുണ്ടായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്ന ശമ്പളം. പിന്നെ മെഡിക്കൽ ലീവിൻ്റെ ശമ്പളം കിട്ടാതിരിക്കില്ലല്ലോ. പിന്നെ എൻ്റെ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് സ്കീം, അതുകൂടാതെ മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിം. ഇത് രണ്ടും കിട്ടണമെങ്കിൽ സമയം അല്പം പിടിക്കുമെന്നേ ഉള്ളൂ. എന്നാലും എൻ്റെ ഹോസ്പിറ്റൽ ബില്ല് അത് മുഴുവൻ കിട്ടും. അത് കേട്ടിട്ട് മണിശങ്കർ, ചുരുക്കി പറഞ്ഞാൽ ആക്സിഡൻറ്റ് കൊണ്ട് ആൻറ്റിക്ക് വലിയ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ക്ലെയിം, മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിം, മെഡിക്കൽ അലവൻസ്, സാലറി, ജോലി ഒന്നും ചെയ്യാതെ ഇത്രയുമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായൊരു വിഷയമല്ല. അപ്പോൾ വൈജയന്തി, ആ അതെ അതെ, പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഈ കിടപ്പുണ്ടല്ലോ, അത് അല്പം കടുപ്പം തന്നെയാ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, നല്ല വേദനയാണ്. 2 കാലിലും പ്ലാസ്റ്റർ കിടക്കുകയല്ലേ. ചിലപ്പോൾ കാൽമുട്ടിൻ്റെ ഭാഗത്തൊക്കെ ഉറുമ്പ് കടിക്കുന്നത് പോലെ അങ്ങോട്ട് തോന്നും. പക്ഷേ നമുക്കൊന്ന് ചൊറിയാൻ പോലും പറ്റില്ല. സഹിച്ച് ഞെളിഞ്ഞു പിരിഞ്ഞ് അങ്ങനെ കിടക്കുക തന്നെ. അപ്പോൾ വീണ്ടും മണിശങ്കർ, അല്ല ഇനി എത്ര നാൾ കൂടി ഇങ്ങനെ കിടക്കേണ്ടി വരും ആൻറ്റി? വേണമെങ്കിൽ അടുത്ത ആഴ്ച വീട്ടിൽ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഡോക്ടർമാർക്ക് അറിയില്ലല്ലോ എനിക്ക് വീടില്ല എന്ന്. വീടില്ലെന്നോ? ആൻറ്റിയുടെ വീട് എവിടെ പോയി? അവിടെ തന്നെ ഉണ്ടല്ലോ വീട്. അതെൻ്റെ വീടല്ല, അയാളുടെയും ആ മറ്റവളുടെയും കൂടെ വീടാണ്. അവളുടെ പേര് പറഞ്ഞാൽ എൻ്റെ വായി കൂടെ കഴിക്കും. ഇത് പറഞ്ഞുകൊണ്ട് വൈജയന്തി കടപ്പല്ലൊന്ന് ഞെരിച്ചു. ആൻറ്റി എന്തൊക്കെയാണ് ഈ പറയുന്നത്? അലീനയുടെ കാര്യമാണോ ആൻറ്റി ഈ പറയുന്നത്? അവള് കാരണമാണല്ലോ എനിക്ക് ഈ അവസ്ഥ വന്നത്. അലീന കാരണമോ? ആൻറ്റി ശാന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. അവൾ എന്തു പിഴച്ചു? ആൻറ്റി വീട് വിട്ടിറങ്ങിപ്പോയി. ആ ടെൻഷനിലായിരുന്നു ആൻറ്റി ഡ്രൈവ് ചെയ്തത്. ആ സമയത്ത് ആൻറ്റിക്ക് അപകടം സംഭവിച്ചു. ഇതല്ലേ ശരിക്കും സത്യം? എടാ, നിനക്കൊരു മണ്ണാങ്കട്ടെ അറിയില്ല. അവൾ ആരാ അയാളുടെ? അവളെ വിട്ടുകളയുവാൻ അയാൾക്ക് എന്താ ഇത്ര വിഷമം? അവൾക്ക് വേണ്ടി എന്നെയും എൻ്റെ മക്കളെയും ഉപേക്ഷിക്കുവാൻ അയാൾക്ക് മടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, അത് എന്ത് തരത്തിലുള്ള ബന്ധമാണെന്ന്. ഗൾഫിലെ സുഹൃത്തിൻ്റെ മോളാണെന്ന് പറഞ്ഞ് നിന്റെ അച്ഛനെയും നിന്നെയും നിന്റെ വലിയച്ഛനെയും കൊച്ചച്ഛനെയും ഒക്കെ പറ്റിക്കാം. പക്ഷേ വൈജയന്തി നിങ്ങളുടെ അത്ര ബുദ്ധിയില്ലാത്ത ആളല്ല. ഈ സുഹൃത്തിൻ്റെ മകൾ ഇത്ര കാലം എവിടെയായിരുന്നു? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു സുഹൃത്തിനെ പറ്റിയോ മോളെ പറ്റിയോ കഴിഞ്ഞ 22 വർഷത്തിനിടയ്ക്ക് എൻ്റെ അടുത്ത് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഒന്നും വേണ്ട, അവളെ വീട്ടിലോട്ട് കെട്ടിയെടുത്തപ്പോൾ എൻ്റെ അടുത്തൊന്ന് പറയാമായിരുന്നല്ലോ സുഹൃത്തിൻ്റെ മോളാണെന്ന്. അതും ചെയ്തിട്ടില്ല. എന്നിട്ട് കള്ളത്തരം വെളിച്ചത്താകുമെന്ന് കണ്ടപ്പോൾ ഒരു കള്ളക്കഥയും കപട നാടകവും. വൈജയന്തിയുടെ തലയിൽ കളിമണ്ണല്ലെന്ന് നീ ആദ്യമൊന്ന് മനസ്സിലാക്ക്. ഇത് കേട്ടിട്ട് മണിശങ്കർ, ആൻറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ എന്തു പറയാനാണ്? ഇത് പറഞ്ഞുകൊണ്ട് അയാൾ കൈമലർത്തി. വേണ്ട, നീ ഒന്നും പറയണ്ട. നീയും അവളുടെ പക്ഷത്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആൻറ്റി, അലീന നല്ല കുട്ടിയാണ്. ഞാൻ അവളെ കല്യാണം കഴിക്കുന്നതിനെ പറ്റിയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അത്ര നല്ല പെൺകുട്ടിയാണെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. മണിശങ്കറിൻ്റെ ഈ വാക്കുകൾ കേട്ട് വൈജയന്തി അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയി. വിശ്വാസം വരാതെ അവർ മണിശങ്കറിൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കിടന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, നീ അവളെ വിവാഹം കഴിക്കാനോ? വെറുമൊരു അനാഥ പെണ്ണിനെ, ഭിക്ഷക്കാരിയായി വന്ന് എൻ്റെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന അവളെ, എൻ്റെ ഭർത്താവ് വെപ്പാട്ടിയാക്കി വെച്ചിരിക്കുന്ന ആ രണ്ടും കെട്ടവളെ. വൈജയന്തിയുടെ ആ വാക്കുകൾ കേട്ടുകൊണ്ട് മണിശങ്കർ പെട്ടെന്ന് ശബ്ദമുയർത്തി, ആൻറ്റി, ആൻറ്റി എന്തൊക്കെ അസംബന്ധങ്ങളാണ് ഈ പറയുന്നത്? ആൻറ്റിയുടെ മനസ്സിൽ ഇത്രയും മാലിന്യക്കൂമ്പാരം കൂടിക്കിടക്കുന്നതിന് ആ കുട്ടി എന്തു പിഴച്ചു? ആ കുട്ടിയും അങ്കിളും ഇനിയും എത്രയധികം നന്നായാലും ആൻറ്റിയുടെ ഈ വിശ്വാസം മാറില്ല. ആൻറ്റി ഈ വിഷവസ്തുക്കൾ മുഴുവൻ മനസ്സിൽ നിന്ന് എടുത്ത് കളയണം. അപ്പോൾ ആൻറ്റിക്ക് സത്യത്തിൻ്റെ വെളിച്ചം കിട്ടും. മനു, എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകാൻ നോക്ക്. ഞാൻ പോയിക്കൊള്ളാം. പക്ഷേ അതിനു മുമ്പ് ഒരു ചെറിയ അപേക്ഷയുണ്ട്. ആൻറ്റി ഇവിടെ ഇങ്ങനെ കിടക്കാതെ ഡോക്ടർ പറഞ്ഞതുപോലെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നോക്ക്.
അവിടെ ആൻറ്റിക്ക് ഒരു ഹോം നേഴ്സിൻ്റെയും ആവശ്യമില്ല. അലീന ആൻറ്റിയെ സ്വന്തം അമ്മയെപ്പോലെ ശുശ്രൂഷിക്കും. ആൻറ്റി ഒരു മാസത്തിനുള്ളിൽ അവളെ സ്വന്തം മോളെപ്പോലെ സ്നേഹിച്ചു തുടങ്ങും. മണിശങ്കർ അത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് വൈജയന്തി പറയുകയാണ്, കമലയിടത്തിയെ ഞാനൊന്ന് കാണട്ടടാ. നിന്റെ തല തിരിഞ്ഞു പോയ വിവരം ഞാൻ പറയുന്നുണ്ട്. ശിവേട്ടനെ ഞാൻ ഫോണിൽ വിളിച്ചു പറയുന്നുണ്ട്. നിനക്ക് ആ തേവിടിച്ച് കല്യാണം കഴിക്കണം അല്ലേ? ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും അത് നടക്കില്ല. മണിശങ്കർ പെട്ടെന്ന് കസേരയിരുന്ന് ചാടി എഴുന്നേറ്റു. എന്നിട്ട് പറയുകയാണ്, എനിക്ക് ആൻറ്റിയോട് സഹതാപമാണ് തോന്നുന്നത്. സാരമില്ല, പോട്ടെ. ആൻറ്റിക്ക് എന്തായാലും വേഗം സുഖമാകട്ടെ, ശരീരത്തിനും അതിനേക്കാൾ ഉപരി മനസ്സിനും. ഇത്രയും പറഞ്ഞിട്ട് മണിശങ്കർ മുറി വിട്ടിറങ്ങി. മഴത്തോരും മുൻപേ എന്ന സീരിയൽ ഓരോ ദിവസം കഴിയും തോറും മനോഹരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സീരിയലിൻ്റെ ഉദ്വേഗജനകമായ നിമിഷങ്ങൾ മുന്നമേക്കൂട്ടി നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒപ്പം ഒന്ന് ഹൈപ്പ് ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.